നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വൈകിയാണ് സിനിമയിലെത്തിയതെങ്കിലും താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ തനിമയിലൂടെ മലയാള പ്രേക്ഷകരുടെ മനം കവർന്ന അലൻസിയറിലെ ലോപ്പസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. അലൻസിയറുടെ സിനിമ സാമൂഹ്യ കലാജീവിതത്തിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. കല്യാണം കഴിക്കുന്നു, പക്ഷെ നാടകലോകത്ത് താങ്കൾ വിഹരിക്കുന്നു. ഈ നാടകത്തു നിന്നും താങ്കൾക്കൊന്നും കിട്ടണില്ല. എനിക്കും താങ്കൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ താങ്കൾ നാടകം തുടങ്ങി, പിന്നീട് കാവാരത്തിനെ കൂടെ പോയി, പിന്നെ പ്രസാദ് സാറിനെ കാണുന്നു, ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നു. ചില്ലറയില്ലാത്ത അലച്ചിലല്ല താങ്കൾ നടത്തിയത്. പക്ഷെ ഒരിക്കലും താങ്കൾ ഒന്ന് അവിടെ മുഷിഞ്ഞിട്ടില്ല. ഇല്ല, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്, ബന്ധുക്കളിൽ നിന്ന് ഒരുപാട് അവഹേളനങ്ങൾ കേട്ടിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ പല മേഖലകളിൽ ഇങ്ങനെ നന്നായി പോയി, ഞാൻ മാത്രം ഇങ്ങനെ കെട്ടുപോയി എന്ന് പറഞ്ഞിട്ട്, കുടുംബം നോക്കാത്തവനെന്നും പലിശയ്ക്ക് കടം വാങ്ങിച്ച് നടക്കുന്നവനെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് പരിഹാസം കേട്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഞാൻ തളർന്നിട്ടില്ല. പക്ഷേ എവിടേക്കോ ഒറ്റയ്ക്കിരുന്നൊക്കെ കരഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ. കരയാത്ത രാത്രികളില്ല എന്ന് വേണമെങ്കിൽ പോലും പറയാം, ആരും അറിയാതെ. പക്ഷെ ആ കരച്ചിലായിരുന്നു എൻ്റെ ഊർജവും ബലവും. പുറമേക്ക് ചിരിച്ചു കളിച്ച് കിടക്കുന്ന അലൻസിയറിന്റെ ഉള്ളിലൊരു വിങ്ങൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ നല്ല തമാശക്കാരനാണ്. കൂട്ടുകാരോടൊക്കെ ഒരുപാട് തമാശ പറയും, പരിഹസിക്കുകയും ഞാൻ പൊട്ടങ്കളികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ നീറിയിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉള്ളിൽ നീറുന്നവന് മാത്രമേ സമൂഹത്തെ ചിരിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കൊമേഡിയനായി സിനിമയിലെത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേഷം എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ച ആളെയല്ല. ദിലീഷ് പോത്തൻ മഹേഷിൻ്റെ പ്രതികാരത്തിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഈ കഥ പറയുമ്പോൾ, ബേബി ചായൻ എന്ന കഥാപാത്രം പറയുമ്പോൾ ഒരു ഒത്തിരി കോമിക് ടച്ചുണ്ട്, ഹ്യൂമറാണ് എന്ന് പറഞ്ഞപ്പോൾ ദിലീഷിനോട് ഞാൻ പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ ഒരുപാട് തമാശ പറയുന്ന ആളാണ്, പക്ഷെ സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ എനിക്ക് നാടകത്തിലൊക്കെ പറ്റിയിട്ടുള്ളൂ. ഒരാൾ വരട്ടെ. ഞാൻ വളരെയധികം ചിരിക്കാൻ വളരെ പ്രയാസമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് അല്ലൻ്റെ ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെയാണ്. രാത്രി പാതിരയ്ക്കാണെന്നോ അല്ലെങ്കിൽ വെളുപ്പിനോ എന്നുള്ള തീരുമാനമൊന്നുമില്ല. അങ്ങേർക്ക് തോന്നുന്ന സമയത്തായിരിക്കും വിളിക്കുന്നത്. വിളിച്ച് എല്ലാം സംസാരിക്കാൻ തുടങ്ങിയാൽ അതെല്ലാം ഫോൺ വയ്ക്കുന്നത് വരെ ചിരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വേറൊന്നിനെ പറ്റിയല്ല എല്ലാം പറയുന്നത്. കാരണം അല്ലനും ഈ സുരേഷ് ബാബുവും കൂടെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സാംസ്കാരിക പരിപാടിക്ക് പോകുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ട് അതിനെപ്പറ്റിയുള്ള ഇംപ്രഷൻസാണ്. അത് അവർ കാണുന്ന ഒരു രീതിയും അവിടെ നടന്ന സംഭവങ്ങൾ ഇത്രയും ഹ്യൂമറസ് ആയിട്ട്, ഇത്ര രസകരമായിട്ട് നമ്മളറിയാതെ ചിരിച്ചു പോകും. ഞാനിവിടെ പലപ്പോഴും രാത്രി ഇവിടെ ഇരുന്ന് ചിരിക്കുമ്പം എൻ്റെ വീട്ടുകാർ തന്നെ ചോദിക്കാറുണ്ട്, ഇത്രയും ചിരിച്ച അപ്പുറത്തുള്ളൊരു കേൾക്കുകയില്ലെന്ന് ചോദിക്കും. അത്ര അതിന് വേറെ തരത്തിലുള്ള ഒരു വൈബ്രൻറ്റ് ക്വാളിറ്റി ഉണ്ട്. ആ വൈബ്രൻറ്റ് ക്വാളിറ്റി ഇത്തരം സിനിമകളിൽ ഇപ്പോൾ പുതുതായിട്ട് അഭിനയിക്കാനൊക്കെ കിട്ടുന്ന ഒരു വലിയൊരു അവസരത്തിൽ അല്ലൻ ഉപയോഗിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. സുമാൻ നായർ, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ആൾക്കാർക്കെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള നർമ്മത്തെക്കുറിച്ചും നിങ്ങളുടെ ഒരു നർമ്മശേഷിയെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. കഥകൾ ഉണ്ടാക്കാൻ മിടുക്കനാണല്ലേ? നറേറ്റ് ചെയ്യാൻ നന്നായിട്ട് ഉണ്ടാക്കും. ഒരുപാട് ഒരു സിറ്റുവേഷൻ, ചെറിയ സിറ്റുവേഷൻ കിട്ടിയാൽ ഒരുത്തരെ മക്കാറാക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ചെരുപ്പ് അതിനെ ഒന്നൊന്ന് പൊലിപ്പിക്കും. നമ്മളൊക്കെ ഒരാളെ നമുക്ക് രസം തോന്നണമെങ്കിൽ നമ്മൾ അനുഭവിച്ച രസം, കണ്ട കാഴ്ചയെ വേറൊരു തരത്തിൽ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊലിമ വേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സാജറേഷൻ, അത് നർമ്മത്തിന് ആവശ്യമുള്ളതാണ്. അത് അങ്ങനെ സംഭവിക്കാറുണ്ട്. സുകുമാരൻ നായരുടെ പടങ്ങളാണ് വാസ്തവത്തിൽ ഞാൻ ആദ്യമായി അഭിനയിച്ചു തുടങ്ങുന്ന സിനിമകളെന്ന് പറയുന്നത്. ഞാൻ 18 വർഷമായി സിനിമയുടെ ഭാഗമാണ്, ഇൻഡസ്ട്രിയിലുണ്ട്. ദയ എന്ന് പറയുന്ന സിനിമയാണ് റിലീസ് ചെയ്ത പടം. PA ബക്കർ സംവിധാനം ചെയ്ത സഖാവ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് പറയുന്നതാണ് എൻ്റെ ആദ്യ പടം. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ആ പടത്തിൽ അഭിനയിക്കുന്നത്. ദയ 18 വർഷമായി റിലീസായിട്ട്. അത് കഴിഞ്ഞ് എത്തിപ്പെടുന്നത് ഞാൻ സുകുമാരൻ്റെയും ഈ വേണുവിൻ്റെയും രാജീവ് വിജയരാഘവൻ്റെ ഒക്കെ സംഘത്തിലാണ്. അലൻസർ, അതിനു മുമ്പ് ഈ പറഞ്ഞ നാടകം ഒരിക്കലും സാമ്പത്തികമായ സുരക്ഷത താങ്കൾക്ക് നൽകിയിരുന്നില്ല, നൽകുകയില്ല. അത് അതിൻ്റെ പ്രത്യേക മേഖലയാണ്. പക്ഷേ ഈ പറഞ്ഞ ആ സമയത്തും അനവസരത്തിലൊക്കെയാണ് താങ്കൾ വീട്ടിലെത്തുകയായി മിക്കവാറും. ഇതൊക്കെ നാടകമെല്ലാം കഴിഞ്ഞെല്ലാം കട്ടനൊക്കെ അഴിച്ച് ഊരി തിരിച്ചെത്തുമ്പോഴേക്കും താങ്കൾ 2 മണി 3 മണിയാകും. കുടുംബത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം വളരെ രൂക്ഷമായി. കല്യാണം കഴിക്കാതെ നടക്കുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ. ഭാര്യ ഇപ്പം വളരെ ചിരിച്ചൊക്കെയാണ് സംസാരിച്ചെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ തന്നെയാണോ അവർ അലൻസരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്? ഉറപ്പായിട്ടും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ. നിങ്ങൾക്ക് ഈ പരിപാടി നിർത്തിയിട്ടൊരു സ്ഥിര ജോലി കണ്ടെത്തിക്കൂടെ എന്ന് ഇന്നൊരാൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെ നടന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നോട് അങ്ങനെ ഒരു നിർബന്ധവും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ നാട്ടിലെ രീതി അനുസരിച്ചാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ്
ഭാര്യയുടെ വീട്ടുകാരെല്ലാവരും കൂടി ഒരു വിസയൊക്കെ എടുത്ത് തന്നിട്ട് ഇസ്രയേലിലെങ്കിലും എന്നെ കയറ്റി വിട്ടേനെ. നാട്ടിലടപ്പനുസരിച്ച് ഒരു കള്ള വിസയൊക്കെ ഒപ്പിച്ചിട്ട് എന്നെ പിൽഗ്രിമേജിന് എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിൽ കൊണ്ടുപോയി അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ പണിയെടുപ്പിച്ചേനെ. അങ്ങനെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. അത്തരം ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ഭാര്യ ഒരു പക്ഷേ നന്നായിട്ട് ടൈറ്റ് ആക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ താങ്കൾ വേണമെങ്കിൽ എന്തെങ്കിലും ജോലി തേടി പോയേനെ വേണമെങ്കിൽ, അല്ലേ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവൾക്ക് ജോലി കിട്ടുന്ന കല്യാണം കഴിഞ്ഞിട്ടാണ്. ടീച്ചറാണ്, അധ്യാപികയാണ്, കണക്ക് അധ്യാപികയാണ്. അവളുടെ കണക്ക് കൂട്ടലൊന്നും തെറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ കണക്കുകളൊക്കെ ശരിയായി പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ, ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ ഒരു കുടുംബം പോറ്റാനുള്ള വരുമാനമൊന്നും നാടകം തരുന്നില്ലായിരുന്നു. നാടകത്തിൽ നിന്ന് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ നാടകം പഠിപ്പിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഏതെങ്കിലും നാടക കളരികളിൽ ക്യാമ്പസിൽ പോയിട്ട് പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ വരുമാനം, പിന്നെ ഞാനൊരു സേഫായിട്ടൊരു സ്ഥിര വരുമാനം എന്ന് പോലും പറയാവുന്ന തരത്തിലേക്ക് എത്തുന്നത് SIT എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. അവിടെ നമ്മുടെ VK ജോസഫിൻ്റെയൊക്കെ നേതൃത്വത്തിലൊരു വിഷ്വൽ മീഡിയ സൊസൈറ്റി ഉണ്ടായിരുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റി. അവർ SITക്ക് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ വിദ്യാഭ്യാസ പരിപാടികൾ. അപ്പോൾ അതിൻ്റെ സംവിധാന ചുമതല അവരെന്നെ ഏൽപ്പിക്കുകയും അങ്ങനെ കുറേ കാലം SITയുടെ ഡോക്യുമെൻ്റുകൾ ചെയ്യുകയും SITക്ക് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ കിടന്ന് കുറേ അവാർഡുകൾ ഞാൻ ചെയ്ത ഡോക്യുമെൻ്റ് കിട്ടും. അതൊന്നും നമ്മുടെ പേരൊന്നും വയ്ക്കാറില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ചെറിയൊരു വരുമാനം അവിടെ നിന്നുണ്ടായി. അങ്ങനെ വരുമാനം ഉണ്ടാവുകയും ഞാൻ ആ പാനലിൽ മെമ്പറായി ചെയ്യുകയും ചെയ്തു. ഡയറക്ടോറിയൽ പാനലിൽ നേരിട്ടെത്തി. അപ്പോൾ വിഷ്വൽ മീഡിയയിൽ നിന്ന് ഞാൻ സ്വതന്ത്ര സംവിധായകനായി മാറുകയും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്രിട്ടാസ് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സഖാവ് EMSനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാൻ സമയത്ത് ഞാൻ കൈരളിയിൽ വന്നിട്ട് കുറേ ക്ലിപ്പിങ്സ് വാങ്ങിച്ചിരുന്നു. VKയുടെ ഒരു കത്തുമായിട്ട് വന്നിട്ടാണ് ഞാൻ അന്ന് വന്ന് കണ്ടിട്ട് ബ്രിട്ടാസിൻ്റെ ഈ ക്ലിപ്പിങ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അലൻസിനെ വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ താങ്കൾ ആ പഴയ ആ ചെറിയ ചെറിയ ഏടുകൾ പോലും താങ്കൾ ഞാൻ മറന്നു പോയിരുന്നൊരു കാര്യമാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ അന്ന് കണ്ട അലൻസിർ അല്ല ഇന്ന് കണ്ട അലൻസിർ, അല്ലെങ്കിൽ ഈ അലൻസിർ ആയിരുന്നു അന്ന് വന്ന അലൻസിർ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ചെറിയ ചെറിയ സ്മരണകൾ പോലും താങ്കളുടെ മനസ്സിൽ ഉണ്ടെന്നുള്ളത്. പക്ഷേ ഈ ഒരു സ്മരണ താങ്കൾക്ക് മറന്നുപോയോ എന്നൊരു സംശയം എനിക്ക്. അലൻസിർ മറന്ന ഒരു ഏടെ ഞാൻ പെടുത്തിട്ടത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൈരളിക്ക് വേണ്ടി മധുപാൽ ഡയറക്റ്റ് ചെയ്ത ആകാശത്തിലെ പറവൾ എന്ന് പറയുന്ന സീരിയലാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന മധുപാലായിരിക്കും അല്ലേ? നമ്മൾ തമ്മിലുള്ളൊരു പരിചയം എന്ന് പറയുന്നത് ഒരു ഇന്ന് കൈരളി ചാനലിന് വേണ്ടിയിട്ട് ഞാനൊരു സീരിയൽ ചെയ്തിരുന്നു, ആകാശത്തിലെ പറവകൾ. ആ സമയത്ത് എൻ്റെ കൂടെ അഭിനയിക്കാനുണ്ടായിരുന്നു. ഞാൻ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ വർക്കായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഒപ്പം നിങ്ങളുടെ നാട്ടിൽ പുത്തൻതോപ്പ് എന്ന് പറയുന്ന ഒരു ചരിത്രമുള്ള ആ പ്രദേശത്തൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ ഓരോ വീടുകളും വഴികളും ഒക്കെ എനിക്ക് കാണിച്ചു തരികയും എൻ്റെ ഒപ്പം നിന്ന് ആ ടെലിവിഷൻ സീരിയൽ വളരെ മനോഹരമായിട്ട് നടത്തിയെടുക്കാൻ എന്നെ പ്രാപ്തനാക്കുകയും ചെയ്ത ഒരു സുഹൃത്താണത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാണുന്ന അലൻസിയറിലെ ലോപ്പസ് എന്ന് പറയുന്ന ആൾ ഒരു ഫിലിം ആക്ടർ എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ആളുകൾ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളോട് ഇടപഴകുക. പക്ഷെ അതിനു മുമ്പും ഒരു ജീവിതമുണ്ട്. അതിനു മുമ്പും കൃത്യമായിട്ട് ഇടപെട്ട ഒരു സുഹൃത്തുണ്ട്, വളരെ കൃത്യമായിട്ട് സോഷ്യലി കമ്മിറ്റഡായ ഒരു ചെറുപ്പക്കാരുണ്ട്. ഈ രണ്ട് കാലങ്ങളുണ്ട്. ഈ രണ്ട് കാലങ്ങളെ എങ്ങനെയാണ് അലൻസിയർ ഇപ്പോൾ കാണുന്നത്? അലൻസിയർ സിനിമയിലേക്ക് വന്നു, ഫെയിമായി, പൈസയായില്ലേ? സീറോ ബാലൻസിൽ നിൽക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സീറോ ബാലൻസ് കഴിഞ്ഞു. ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഉണ്ട്. അധികമൊന്നുമില്ല കേട്ടോ. എന്നാലും താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തുകയാണ് കിട്ടിയത്. അങ്ങനെ ചെയ്ത് ഞാൻ മോഹിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് താങ്കളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് ഇപ്പം കിട്ടുന്ന പൈസയൊക്കെ. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള എന്നെ ഡിമാൻഡ് ചെയ്യുന്ന പൈസയാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് അവർ പൈസ തരുന്നത്. അല്ലാതെ ആര് ചോദിച്ചാലും പൈസ അങ്ങനെ കൊടുക്കാറില്ലല്ലോ. സിനിമയിലെ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്ന പറയുന്നത്, അലൻസിയർ ചോദിച്ചു വാങ്ങും. നാടകം എൻ്റെ ജീവനാണെന്ന് പറയുന്ന പോലെ സിനിമ എനിക്ക് ഉപജീവനമാണ്. ഉപജീവനം ഉണ്ടെങ്കിലേ ജീവൻ നിലനിർത്താൻ പറ്റൂ. അപ്പോൾ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നാടകം ചെയ്യുന്നതിന് ഞാൻ പൈസ വയ്ക്കാറില്ല. നാടകം പഠിപ്പിക്കാൻ പോകുന്നിടത്ത് ഞാൻ പൈസ വയ്ക്കാറില്ല. പക്ഷെ സിനിമയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആദ്യകാലത്തൊന്നും സിനിമ ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയുടെ സമവാക്യങ്ങളിൽ പെട്ടതാണ് പ്രതിഫലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തനിക്ക് അർഹതപ്പെട്ട പ്രതിഫലം കൃത്യമായിട്ട് വാങ്ങിയിരിക്കും. ഉറപ്പായിട്ടും. ഞാൻ അധികം അമിതമായി ഒന്നും ചോദിക്കാറില്ല. ഞാൻ ചോദിക്കുന്ന പൈസ അവർ കുറയ്ക്കാറുണ്ട്. കുറച്ചിട്ട് അത് ഞാൻ അംഗീകരിക്കാറുണ്ട്. അംഗീകരിച്ചിട്ട് കിട്ടുന്നത് അതിനേക്കാൾ താഴെയായിരിക്കും. ഇതാണ് സിനിമയുടെ സ്വഭാവം. ഒരു 2 കെട്ട് കടത്തിൻ്റെ വരുള്ളൂ. ഇത്രയേ ഉള്ളൂ. എങ്കിലും താങ്കൾ സംതൃപ്തനാണ്? ഞാൻ സംതൃപ്തനാണ്.
മലയാള സിനിമ ചെറിയൊരു സിനിമാ ലോകമാണെങ്കിൽ പോലും അത്രയേ ഉള്ളൂ. താങ്കളെ പോലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാനും താങ്കളെ പോലുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താനും കഴിയുന്ന ഒരു രീതിയായിട്ട് തോന്നുന്നു. ഉറപ്പായിട്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആക്ടേഴ്സ് മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര മനുഷ്യരുണ്ടെന്നറിയോ? പ്രൊഡക്ഷൻ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന നമുക്ക് ചായയും നമ്മുടെ പാത്രം കഴുകി അവസാനം ഉറങ്ങുന്ന, ആദ്യം ഉണരുകയും അവസാനം ഉറങ്ങുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ബോയ്സാണ്. അവരൊക്കെ ഈ ഇൻഡസ്ട്രി നിലനിർത്തുന്നുണ്ട്. അവരൊക്കെ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. അവർ ജീവിക്കുന്ന പോലെയൊക്കെ അങ്ങനെ ജീവിച്ചു പോകാൻ നോക്കും. അലൻസറെ നാടകക്കാരൻ മരിച്ചോ? ഒരിക്കലുമില്ല. ഇല്ല, അങ്ങനെ മരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഒരു കാലത്തും അങ്ങനെ നാടകം മരിക്കാൻ പറ്റില്ല. നാടുള്ളിടത്തോളം നാടകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ല, താങ്കളിലെ നാടകക്കാരൻ ഒരിക്കലുമില്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇത് ചെയ്തതും. ഇത്തരമൊരു നാടകം, ഒരു ഗറില്ല തിയേറ്ററിന്റെ സ്വഭാവമുള്ള നാടകം ഞാൻ കാസർഗോഡ് ഒരു ഗറില്ല വാർഫെയറിൽ താങ്കൾ വ്യാപൃതനായത് അങ്ങനെയാണ്. പണ്ട് മുതലുണ്ട്. പണ്ട് എനിക്കിപ്പോൾ താങ്കളെ കുറിച്ച് പറയുമ്പോൾ ബാബറി മസ്ജിദിന്റെ ഒരു പതനം, ബാബറി മസ്ജിദിന്റെ പതനം അവിടെ പോയി റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തനമാണ് ഞാൻ. അപ്പോൾ എനിക്കും അത് സംബന്ധിച്ച് ഒരുപാട് സ്മരണകളുണ്ട്. പക്ഷെ താങ്കളെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത് സെക്രട്ടേറിയറ്റിന് ചുറ്റും താങ്കൾ 6 തവണ അല്ലേ കറങ്ങി ഓടി. ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഞാൻ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ഹോൾസെയിൽ ബിസിനസ് എൻ്റെ ഒരു കൂട്ടുകാരൻ റിയാസുമായിട്ട് ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ പാളയത്ത് ഉള്ള ബേക്കറി ജംഗ്ഷനടുത്തുള്ള ഒരു ലോഡ്ജിലാണ് ഞാൻ ഈ തുണികൾ വയ്ക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ബാബറി മസ്ജിദ് പൊളിച്ചോളം നിന്നുള്ള പത്രവാർത്ത അറിയുന്നത്. TV ഇല്ല അന്ന് ഞങ്ങളുടെ റൂമിലൊന്നും. അത് വായിക്കുന്ന നിമിഷം തന്നെ എനിക്ക് തോന്നി നാടിന് എന്തോ സംഭവിക്കാൻ പോയാണ്. ഒന്ന് തന്നെ ഇറങ്ങി. അപ്പൊ തന്നെ ആ രാവിലെ തന്നെ പത്രം ഇട്ടിട്ട് ഞാൻ ഒരു തോർത്തെടുത്ത് തോളിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഓടുകയായിരുന്നു ആ സെക്രട്ടേറിയറ്റ് മുമ്പ്. എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. എന്താണ് താങ്കൾ വിളിച്ചു പറഞ്ഞത്? അല്ലാഹു അക്ബർ, എൻ്റെ രാജ്യത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു, എൻ്റെ രാജ്യത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു, കരുതിയിരിക്കുക, അല്ലാഹു അക്ബർ, ഇതൊരു പ്രാർത്ഥനയാണ് എന്ന് മാത്രമാണ് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരോധനാജ്ഞയായിരുന്നു. കൂടെ ഓടാൻ ആളില്ല, കാണാൻ ആളുകളില്ല, പോലീസുകാരുണ്ട്. എന്നെ അന്ന് നാടകക്കാരനായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. നാടകക്കാരൻ്റെ ശബ്ദത്തിന് വളരെ താഴെയുള്ള ലെവലാണല്ലോ എപ്പോഴും ഉള്ളത്. സിനിമാക്കാരെ ശബ്ദിക്കുമ്പോൾ അത് ഭയങ്കര ഉച്ചസ്ഥായിൽ ഇങ്ങനെ ഏറ്റെടുക്കാൻ ആളുകളുണ്ടാവും. കാരണം സിനിമാക്കാരൻ്റെ വലിപ്പത്തോടെയാണല്ലോ കാണുന്നത്. നാടകക്കാരൻ നമ്മുടെ നേരെ നമ്മുടെ വിയർപ്പും മണവും തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് അവന് വില ഉണ്ടാവില്ല. മറ്റൊരു സ്ക്രീനിൽ അവൻ ലെൻസിന്റെ മുമ്പിൽ അഭിനയിച്ചിട്ട് വന്ന് സ്ക്രീനിൽ കാണുമ്പോൾ വലിപ്പത്തോടെ കാണുന്നതിന്റെ ആരാധനയുണ്ട്. 10 മടങ്ങ് വലിപ്പത്തിലാണ്. എന്റെ വിരല് പോലും നമ്മളെക്കാൾ വലിപ്പമുള്ള, നമ്മുടെ ശരീരത്തെക്കാൾ വലിപ്പത്തിൽ കാണിക്കാൻ പറ്റും. ലെൻസാണ് അത് ചെയ്യുന്നത്. പക്ഷെ താങ്കൾക്ക് വലിപ്പമില്ലായിരുന്നെങ്കിലും താങ്കളുടെ അന്നത്തെ കോസിന് വലിയ വലിപ്പം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ബോംബെ സ്ഫോടനങ്ങളും ഗുജറാത്ത് കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അന്ന് താങ്കളുടെ സുഹൃത്തുക്കൾ പറഞ്ഞോ അലൻസറെ വേണ്ടാത്ത പരിപാടിക്ക് പോകരുത്, ഇതൊക്കെ കൈപൊള്ളിക്കുന്നതാണ്? പറഞ്ഞില്ല. അല്ല, ആരോടും ചോദിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമല്ല ചെയ്തത്. അതിനുശേഷം ആൾക്കാർ അറിഞ്ഞില്ലേ? അറിഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നീ എന്ത് ഭ്രാന്താടാ കാണിച്ചെന്ന് ചോദിച്ചവരുണ്ട്. നിന്നെ പോലീസ് പിടിക്കാത്ത ഭാഗ്യം എന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോഴും ഇത് ചെയ്തപ്പോഴും പലരും പറഞ്ഞ ഡയലോഗുകളുണ്ട്. വല്ല കാര്യമുണ്ടോ? നീ ഇപ്പോൾ സിനിമയിലെത്തി മര്യാദയ്ക്ക് അവിടെ നിന്ന് ജീവിച്ചു പോയി പൈസയൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നതിന് പകരം പിന്നെ ആ ഭ്രാന്ത് കാണിച്ച് ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നീ ഇപ്പോൾ എത്ര വരെയാണ് ശത്രുക്കൾ ഉണ്ടാക്കുന്നത് എന്നോട് ചോദിച്ചു. ഞാനൊരു ശത്രുക്കളെ ഉണ്ടാക്കുന്നില്ല, ഞാൻ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യനെ സ്നേഹിക്കാനും നാടിന്റെ സമാധാനത്തെക്കുറിച്ചുമാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത് പറയാനാണ്? ഒരാൾ അഭിപ്രായം പറയുമ്പോൾ നാട് കടത്തി കളയുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഞാനൊരു അഭിപ്രായം പറയാം, എന്നെ നാളെ നാട് കടത്തി. അത് സ്വാഭാവികമായി എനിക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദുരന്തത്തെ ഞാൻ നാട്ടുകാരോട് ഓർമ്മിപ്പിച്ചു. നിങ്ങൾക്കും പറ്റാൻ നാളെ ഇത്. ആ ഒരു നാടകത്തിന് കിട്ടിയിട്ടുള്ള വലിയൊരു അപ്രിസിയേഷനേക്കാളും കൂടുതൽ വലിയ കവറേജ് താങ്കൾ തൃപ്തനാണോ? ആ മെസ്സേജ് എല്ലായിടത്തേക്കും പോയി എന്നുള്ളത് അത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശവും. എനിക്കറിയാമായിരുന്നു ഞാൻ പണ്ട് നാടകം ചെയ്യുന്ന പോലെ അല്ല ഇപ്പോൾ തെരുവിലിറങ്ങുമ്പോൾ കിട്ടുന്ന കവറേജ് എന്നുള്ള കാര്യം. ഇതിനൊരു തുടർച്ചയുണ്ടാവും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം നവമാധ്യമങ്ങളിൽ കുട്ടികൾ ഇത് ചർച്ച ചെയ്യും, അവരിതിനെ ഏറ്റുപിടിക്കും. അങ്ങനെ ഈ വിഷയത്തെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇത് ഞാൻ പണ്ട് നാടകം ചെയ്ത പോലെ ആണെങ്കിൽ കാസർഗോഡ് ആ ബസ് സ്റ്റാൻഡിൽ ഈ സാധനം ഒതുങ്ങിപ്പോയത്. സിനിമാക്കാരനായതുകൊണ്ടാണ് ഇത് വേറൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതും നാവുകൾ ചലിക്കാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പരിവേഷം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് താങ്കളുടെ ആഗ്രഹം? ഉറപ്പായിട്ടും. ആ പ്രശസ്തി സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രതിബദ്ധതയുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കണം. കാരണം ഏറ്റവും സേഫായിട്ടുള്ളൊരു സോണിൽ ഇരിക്കുന്നവരാണ് സിനിമാക്കാരെന്ന് വിശ്വസിക്കുന്നവരാണ് പല സിനിമാക്കാരും. ആ സേഫ് സോൺ ആരാണ് ഇവർക്ക് കൊടുത്തതെന്ന് ഇവർ ആലോചിക്കുന്നില്ല. അത് ഈ നാടും പ്രേക്ഷകരുമാണ്. അവരുടെ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ട സിനിമാക്കാരാണ്. നാടകക്കാരെ ഈ ഞങ്ങളുടെ നാടക സുഹൃത്തുക്കളും നാടക ആസ്വാദകരും മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. നാട്ടുകാരൊന്നും അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. സിനിമാക്കാർക്ക് മുഴുവൻ ഈ പ്രൗഢിയും ഈ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ലോകം കൊടുത്തത് പ്രേക്ഷകരാണ്. പണവും പ്രശസ്തിയെല്ലാം
അവരോട് കമ്മിറ്റ്മെൻറ്റ്, ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് സൊസൈറ്റിയോട് കാണിക്കേണ്ട സിനിമാക്കാരെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നന്ദി കാണിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാണ് അലൻസിയർ നടത്തിയത്. സിനിമയിലേക്കുള്ള ചുവടുവെപ്പ് ഒരുപാട് കാലം നാടകത്തിൻ്റെ വരമ്പുകളിലൂടെയും അതിൻ്റെ കളങ്ങളിലൂടെയൊക്കെ നടന്ന ശേഷം ചെറിയ ചെറിയ റോളുകളിലേക്ക്, ആദ്യത്തെ റോൾ എന്തായിരുന്നു അലൻസിയറെ? ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ മറ്റേ ബക്കസാറിൻ്റെ പടമായിരുന്നു. ആ പടത്തിൽ നല്ല വേഷമായിരുന്നു. പ്രേംകുമാറായിരുന്നു നായകൻ. കൃഷ്ണപിള്ളയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു മാത്യൂസ് എന്നായിരുന്നു. അതെ അതെ. പക്ഷെ അതെന്തോ ഒരു രാഷ്ട്രീയ കാരണങ്ങളാലാണ്. അന്ന് കെ കരുണാകരനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. ആ സമയത്താണ് പ്രൊഡ്യൂസർ അകത്താകുന്നത്, ഈ ബക്കറിൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്ത ആൾ. അപ്പോൾ അന്ന് ആ രാഷ്ട്രീയ കാരണങ്ങളാലാണ് സിനിമ മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ദയയിൽ ഞാൻ ഒറ്റ സീൻ വേഷമാണ്. മഞ്ജു വാര്യരെ മഞ്ജു ചെയ്യുന്ന കഥാപാത്രത്തെ ലേലം ചെയ്യുന്ന ഒരു ലേലക്കാരനായിട്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഇത്തരം ആർട്ട് സിനിമാക്കാരെ അല്ലെങ്കിൽ നല്ല സിനിമാക്കാരുടെ സിനിമകളിലൊക്കെ ഒറ്റ വേഷവും പക്ഷേ എല്ലാത്തിലും എൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന സിനിമകൾ തന്നെയായിരുന്നു ആ സിനിമകളൊക്കെ. ഉറപ്പായിട്ടും എന്നെ ഒരു സിനിമാ നടൻ എന്നുള്ള രൂപപ്പെടുത്തി തോപ്പുകാരൻ ഇവൻ വെറുതെ ഇങ്ങനെ കറങ്ങിയുടെ വിലയില്ല, കൂലിയില്ല, കുടുംബത്തിന്റെ ഒരു ഭാരം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാൾക്കാർ താങ്കളിങ്ങനെ വെള്ളിത്തിരയിൽ പ്രതിഷ്ഠപ്പെട്ടു തുടങ്ങിയപ്പോൾ എന്താണ് അവരുടെ മനസ്സ് മാറിയ? സ്വാഭാവികമല്ല, അത് പുത്തുമ്പത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ നാട്ടിലും സംഭവിക്കുന്നതല്ലേ. മുണ്ടൊക്കെ ഒന്ന് മാടി കുത്തിയോ നന്നായിട്ട്? അത് സ്വാഭാവികമായും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. എന്നെ തിരസ്കരിച്ചവരും എന്നെ തള്ളി പറഞ്ഞവരും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണെന്ന് പറയുന്നു, ബന്ധുക്കളാണെന്ന് പറയുന്നു. ഞാൻ പലരോടും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു പുച്ഛം കലർന്ന ചിരിയുണ്ട് എന്നോട് തന്നെ, ഒരു മധുരമായ എന്നോട് തന്നെ. ഞാൻ ഇവന്മാരുടെ അടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്നല്ലോ എന്ന് സന്തോഷിച്ചിട്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിലും അവന്മാർക്ക് ഒരു ആനന്ദം കിട്ടുന്നേ. ഇത്രയും കാലം എന്നെ കുറിച്ച് ഒരു വേവലാതിയല്ലേ പെട്ടത്, ഉത്കണ്ഠപ്പെട്ടു. അതിനൊരു ആനന്ദം അവർക്കും കിട്ടിക്കോട്ടെ. ശ്രദ്ധേയമായൊരു വേഷം വരട്ടെ. ഈ സിനിമയിൽ കുറച്ച് ശ്രദ്ധേയമായിട്ടൊരു വേഷം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോഴേക്കും അലൻസിയർ ഒരു സിനിമാക്കാരനായി പൂർണ്ണ തോതിൽ? അങ്ങനെ ആയിട്ടില്ല. രാജീവ് രവിയുടെ അന്യൻ റസൂലും, രാജീവ് രവിയായിട്ടുള്ള നേരത്തെയുള്ള സൗഹാർദ്ദം വെച്ചിട്ടാണ് ഞാൻ ഈ അന്യൻ റസൂൽ എന്ന് പറഞ്ഞ പടത്തിലേക്ക് രാജീവ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഗോപൻ ചിദംബരം എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു നിഴൽക്കാഴ്ച എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, ഞാനും ജോസ് പ്രകാശ് ചേട്ടനായിരുന്നു അതിൻ്റെ പ്രധാന വേഷം. അതിന് ക്യാമറ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാജീവ് രവി പൂനെയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആദ്യമായിട്ട് വരുന്നത്. അന്ന് തുടങ്ങിയാണ് രാജീവുമായിട്ടുള്ള സൗഹാർദ്ദം, ബന്ധം. അവിടെ നിന്നാണ് രാജീവ് മലയാളത്തിൽ സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്യൻ റസൂലിലേക്ക് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിക്കുമ്പോൾ ഞാൻ വീട്ടിലിരിക്കുകയാണ്. രാജീവ് എവിടെ നിന്ന് എൻ്റെ നമ്പർ കണ്ടുപിടിച്ചു, വർഷങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ചു, നാളെ ഇങ്ങ് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോയി. ഞാൻ വിചാരിച്ചു രാജീവിനെ വെറുതെ കണ്ടിട്ട് തിരിച്ചു വരാം. പക്ഷേ രാജീവ് എന്നോട് പറഞ്ഞു മറ്റന്നാൾ ഷൂട്ടാണ്, ആലൻ ഇവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഉടുപ്പൊന്നും കൊണ്ടുവന്നിട്ട് അതൊക്കെ നമുക്ക് വാങ്ങിത്തരാം, നിങ്ങളെ വെച്ചിട്ടാണ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷേ എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഫീലിംഗും തോന്നിയില്ല. കാരണം മധു നീലകണ്ഠൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേറ്റയുടെ ഡോക്യുമെൻ്ററി, മധുവാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ രാജീവിനെ നേരത്തെ അറിയാം. അപ്പോൾ ഒരു വലിയ സൗഹാർദ്ദത്തിൻ്റെ കൂട്ടായ്മ ആണ് അവിടെ. ആ വലിയ നല്ലൊരു കൂട്ടായ്മയിലാണ് ഞാൻ ചെന്ന് പെടുന്നത്. സിനിമയുടെ ഒരു സെറ്റിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായില്ല. എന്നോട് രാവിലെ രണ്ടുപേരെ കയ്യിലേക്ക് കൊടുത്തു വന്നിട്ട് സംവിധായകനും ക്യാമറമാനും കയ്യിലില്ല. നമ്മളോട് സാധാരണ കാണുന്ന ഇൻഡസ്ട്രിയുടെ സ്വഭാവമല്ല ആ സെറ്റിനുണ്ടായിരുന്നു. എനിക്ക് കോസ്റ്റ്യൂം തരുന്നു, പോലീസിൻ്റെ വേഷം. കോസ്റ്റ്യൂം തന്നിട്ട് മധു എൻ്റെ ബാക്കിൽ എനിക്കൊരു ബൈക്ക് തരുന്നു. ബൈക്കിൻ്റെ ബാക്കിൽ ക്യാമറയായിട്ട് മധു കയറുന്നു. വണ്ടി വിട്ടോ, മട്ടാഞ്ചേരി വരെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. ഇങ്ങനെ പോയി ഷൂട്ട് ചെയ്യുന്നു. എവിടേക്കാണ് ക്യാമറ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഷൂട്ടിംഗ് ആണെന്ന് അറിഞ്ഞിരുന്നോ? ഷൂട്ടിംഗ് ആണെന്ന് ക്യാമറ പറയാം, പക്ഷേ ഇത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അറിയില്ല. അല്ല, അവരങ്ങനെ മേക്ക് ചെയ്യാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് അവരങ്ങനെ സഞ്ചരിപ്പിച്ചു കൊണ്ടുപോയാണ്. അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു. അതുവരെ ചെയ്ത് ശീലമുള്ള സിനിമാ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു രാജീവിൻ്റെ അന്യൻ റസൂലും. അവിടെ ഞാൻ പെർഫോം ചെയ്യുകയായിരുന്നില്ല, ഒരു പെർഫോമർ ആയിരുന്നില്ല. എന്നെ രാജീവ് സുമാനൊക്കെ എപ്പോഴും പറയാറുണ്ട്. എം പി സുമാൻ്റെ സിനിമയിൽ ഞാൻ ആദ്യകാലം അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ നാടകശീലങ്ങൾ വരും. ഞാൻ ഈ അമിതമായ എക്സ്പ്രഷൻസൊക്കെ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ കൊടുക്കും. അപ്പോൾ അത് ആവശ്യമില്ല എന്നുള്ള കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്ന ആദ്യ പാഠങ്ങളൊക്കെ വാസ്തവത്തിൽ എം പി സുകുമാരൻ്റെയും രാജീവ് വിജയരാഘവൻ്റെയൊക്കെ നാടകത്തിൽ നിന്ന് വന്നതിൻ്റെ ഒരു അതുണ്ടാവും. അതിൻ്റെ ഒരു ഹാങ് ഓവർ എങ്ങനെയാണ് അതിനെ പൂർണ്ണമായും എനിക്ക് തോന്നുന്നു മാറ്റിക്കളഞ്ഞത് രാജീവിൻ്റെ അന്യൻ റസൂൽ എന്ന് പറഞ്ഞ സിനിമയാണ്. വരട്ടെ. ഞാൻ കണ്ടിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ള സിനിമാ പ്രവർത്തകരിൽ സത്യസന്ധനായ മനുഷ്യനും സത്യസന്ധനായ കലാകാരനുമായ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടുപേരെ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയും. ഒന്ന് ഇന്ദ്രൻ സേട്ടനാണ്, രണ്ട് അലൻസിയർ. അലൻസിയറിൻ്റെ ആദ്യത്തെ ചിത്രം കന്യക ടോക്കീസിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം
എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്കളെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് മുരളി ഗോപി പറയുന്നത്. നിഷ്കളങ്കനായിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്, ഇപ്പോൾ അസാധ്യമാണ്. അതാണ് എളുപ്പമുള്ള കാര്യം. മനുഷ്യന് നിഷ്കളങ്കനാകാൻ എളുപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കളങ്കിതനാകാൻ വലിയ പ്രയാസപ്പെടണം. അതാണ് ഇപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്ദ്രൻ സേട്ടനെ കുറിച്ച് പറഞ്ഞതുപോലെ മുരളിക്ക് അങ്ങനെ എന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര നിഷ്കളങ്കനല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. എനിക്കും കളങ്കമൊക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ തോന്നിയതൊരു അവനോടുള്ള പെരുമാറ്റവും അവരുമായിട്ടുള്ള വർക്ക് അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കിയതുകൊണ്ടാകാം. എന്തായാലും മുരളിയെപ്പോലുള്ള നല്ല സർഗാത്മകതയുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ മനസ്സിൽ താങ്കൾ അവശേഷിപ്പിച്ചിരിക്കുന്ന വികാരങ്ങൾ വളരെ പ്രചോദനാത്മകമായിട്ടുള്ള, വളരെ പ്രസാദാത്മകമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ അലൻസറിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതലുകളും. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞു. ബാങ്ക് ബാലൻസ് അല്ല. ഈ സുഹൃത്തുക്കൾ വഴി തന്നെയാണ്. സൗഹാർദ്ദമില്ലായിരുന്നു ഞാൻ സിനിമയിലെത്തില്ലായിരുന്നു. അങ്ങനെ ഈ സൗഹാർദ്ദങ്ങൾ തന്നു പോയ ഒരു സിനിമാ ചെങ്ങലക്കണ്ണികളുണ്ട്. അതാണ് താങ്കളുടെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ്. അതെ, ഉറപ്പായിട്ടും. വരട്ടെ. രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്നുള്ള സിനിമ, അതിൻ്റെ തലക്കെട്ട് അലൻസറിൻ്റെ മകൻ്റെ പേരിൽ നിന്നാണ് എടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു കേട്ടത്. അപ്പോൾ എനിക്ക് അറിയാൻ വളരെ രസകരമായ അല്ലെങ്കിൽ കൗതുകമുള്ള ഒരു പേരാണ് സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്നത്. അപ്പം വീട്ടിലെ മറ്റംഗങ്ങളുടെ പേരുകളും ഇതുപോലെയാണോ? അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. വാസ്തവത്തിൽ ഞങ്ങളുടെ കോസ്റ്റൽ ഏരിയയിൽ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ വന്നപ്പോൾ അവരിങ്ങനെ മതപരിവർത്തനം നടത്തിയപ്പോൾ അവരുടെ കുടുംബ പേരുകൾ ലോപ്പസ് ഫെർണാണ്ടസ് പെരേര, നെറ്റോ, ഡിക്രൂസ് എന്നൊക്കെ പറയുന്ന പേരുകൾ അവരുടെ നമ്മുടെ കുമ്പാതിരി എന്ന് പറഞ്ഞ ഗോഡ് ഫാദർമാർ അവരുടെ കുടുംബ പേരുകൾ കൂടി മതം മാറ്റി ആളുകൾക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ അമ്മമാർക്ക് കിട്ടി വന്ന പേരുകളാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നത്. എൻ്റെ അപ്പൂപ്പൻ്റെ പേര്, അച്ഛൻ്റെ അപ്പൻ്റെ പേര് ലെയോൺ ലോപ്പസ് എന്നാണ്. അച്ഛൻ്റെ പേര് അനുക്ലീറ്റസ് ലോപ്പസ് എന്നാണ്. അമ്മയുടെ പേര് ചെറുപുഷ്പം എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ശാന്തി എന്നാണ്. ഞങ്ങൾക്ക് ഈ മലയാളിത്തമുള്ള പേര് പെണ്ണുങ്ങൾക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ടായിരിക്കും ഭൂമി അവർക്ക് അവകാശപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ആണുങ്ങൾക്കൊക്കെ ഇത്തരം പേരുകൾ. നിങ്ങൾക്ക് പേര് മോശം പേരായില്ല, അല്ലാത്തതുകൊണ്ടാണ് ഭൂമി നിഷേധിക്കപ്പെട്ടത്. മക്കൾക്ക് എന്തിട്ടേക്കുന്നേ? അലൻ സാവിയോ ലോപ്പസ്, അലൻ സ്റ്റീവ് ലോപ്പസ്. ലോപ്പസ് വിട്ടിട്ടില്ല. അല്ല, കിടക്കട്ടെ. അതെ. മേനോനും നായരൊക്കെ ഉള്ളത്തോളം നമ്മളും പിടിച്ചിരിക്കണ്ടേ? ഒരു പോർച്ചുഗീസ് പാരമ്പര്യം അവിടെ കിടന്നോട്ടെ. എന്തിനു ഞാനത് മുറിക്കണം? വാശി കിട്ടതാ. ഒന്നും കൂടി ഒന്ന് കിട്ടാവുന്നതാണ്. സത്യത്തിൽ എന്റെ അച്ഛൻ എനിക്ക് എന്റെ SSLC ബുക്കിൽ അലൻസിയർ ലേ ലോപ്പസ് എന്നിട്ടിട്ടില്ല. അത് ഞാൻ മനഃപൂർവ്വം, എന്റെ പേര് സർട്ടിഫിക്കറ്റിലുള്ള അലൻസിയർ ലേ എന്നാണ്. അത് അപ്പന്റെ ലേയോൺ എന്നുള്ളതിന്റെ LEY എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാ ലേ. ഞാൻ ലോപ്പസ് മനഃപൂർവ്വം ചേർത്തതാ, പിന്നെ ചേർത്തതാ. ഈ സിനിമയിലേക്ക് എത്തി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് വിചാരിച്ചു വെറുതെ അങ്ങ് കിടക്കണ്ട, ഒരു പേരിട്ടെങ്കിലും ഇവന്മാരെ പേടിപ്പിക്കാം. വരട്ടെ. അലൻസിയർ ലേ ലോപ്പസ് എന്ന് വലിയ പേരൊക്കെ ഇട്ട് ഭയങ്കര സംഭവമാണ്, ആൾക്കാരെ വരട്ടും എന്നൊക്കെ പറഞ്ഞ് വന്ന ആള് വേറൊരു ബേബിച്ചേട്ടനായി മാറി. ബേബിച്ചായൻ എന്ന് പറയുന്നതിനപ്പുറം ഞാനൊരു വേറൊരു മനുഷ്യനാണല്ലോ. എനിക്കൊരു ഐഡന്റിറ്റി അലൻസിയർ എന്ന് പറഞ്ഞെങ്കിൽ പോലും താങ്കൾ അങ്ങോട്ട് പോകുമ്പോൾ ബേബിച്ചേട്ടൻ പോകുന്നു, അലൻസറി പോകുന്നു ആരും പറയില്ല. ഇപ്പൊ താങ്കൾ വലിയ നാടകക്കാരനാണെങ്കിൽ പോലും ആ നാടകത്തിന്റെ പശ്ചാത്തലം ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ മനസ്സിലില്ല. അവരുടെ മനസ്സിലേക്ക് വരുന്നത് താങ്കൾ സിനിമയിൽ ബേബിച്ചായൻ തന്നെയാണ്. വരട്ടെ. ചേട്ടനെ ചോദ്യം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം കളയാനുണ്ടല്ലോ എന്ന് കരുതിയതേ ഉള്ളൂ. നമ്മള് കഥ കേൾക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഥ കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ആദ്യമായിട്ട് അറിയുന്ന സമയത്ത് ചേട്ടന് ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഒരു ക്യാരക്ടർ അത് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്തോ ഒരു ക്യാരക്ടറിനെ കൺസീവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പിന്നീട് തിയേറ്ററിൽ സിനിമ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സിനിമ റിലീസായതിനു ശേഷം തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കാണുമ്പോഴത്തേക്കും ആ സിനിമയുടെ ടോട്ടാലിറ്റി നിന്നിട്ട് ഇറങ്ങുമ്പോൾ ചേട്ടന് ആ ക്യാരക്ടറിനെ കിട്ടുന്ന ഒരു പിടിയുണ്ട്. അത് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ചേട്ടൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതിലെ താരതമ്യം എങ്ങനെയാണ്? മൂന്ന് തലങ്ങളിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അതിൻ്റെ ഒരു ഫോർമുല എനിക്കറിയില്ല. ഒരു പാവത്താനാണ്, പക്ഷെ അതിൻ്റെ അത്രയും ക്ലാരിറ്റി ഒന്നുമില്ല, കേൾക്കുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ക്യാമറയുടെ മുന്നിലെത്തി സംവിധായകൻ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ തരും. ഈ കഥാപാത്രത്തിലേക്ക് ഒരു നടനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന സംവിധായകനാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വഴങ്ങി കൊടുക്കും.
പിന്നെ നമ്മൾ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള പിന്നെ ഒരു ട്രെയിൻ പോകുന്ന പോലെ ഒരു പാളത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പോക്കാം. ആ കഥാപാത്രത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ ചില മാനറിസങ്ങൾ വരും. ട്രാക്കിൽ വീണാൽ മതി, പിന്നെ അതങ്ങ് പോയിക്കോളും. അങ്ങനെ അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതൊരു മിറക്കിളാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് സിനിമാ തിയേറ്ററിൽ നിന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അയ്യോ ഇത് ഞാൻ അന്ന് ചെയ്ത് ഇങ്ങനെയായിരുന്നോ, ഇങ്ങനെയാണോ, അയ്യോ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ തോന്നിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ തോന്നിയിട്ടുണ്ട് അയ്യോ അത് വേണ്ടിയിരുന്നു, അത് വേറൊരു തരത്തിലാകാം. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലും അങ്ങനെ മാറി മാറി വരാറുണ്ട്. കമ്മട്ടിപ്പാടം രാജീവ് രവിയുടെ പടം, അതിൽ താങ്കൾക്ക് നല്ലൊരു വേഷമാണ്. അതും ഒരു റിയലിസ്റ്റിക് മൂവിയാണ്. എന്താ കാരണം വെച്ചാൽ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത്. കൊച്ചിയിലുണ്ടായിട്ടുള്ള രൂപഭേദത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമായിരുന്നു. രാജീവിനോട് ഞാൻ കഥ ചോദിക്കാറില്ല. പോത്തനോട് ഞാൻ ചോദിക്കാറില്ല. ഇല്ല, എനിക്കറിയാം ഒരു ആക്ടർ അവർ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നുള്ളതിൽ ആ സംവിധായകർ എത്ര മികവുള്ളവരാണെന്നും പ്രഗത്ഭരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. രാജീവ് ഇങ്ങനെ ചില സൂചനകൾ ഇങ്ങനെ പറയും. പോത്തനായാലും എന്നോട് കഥ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തൊണ്ടി മുതലും ദുസാക്ഷിയും എറണാകുളത്ത് വന്നിരുന്നിട്ട് പോത്തൻ എന്നോട് കഥ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോത്തനോട് പറഞ്ഞു എനിക്ക് കഥ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് അവിടെ വെച്ച് വർക്ക് ചെയ്യാം. പക്ഷേ പോത്തൻ വന്നിട്ട് അതിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്നുള്ള തരത്തിൽ അതിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞു പോയി. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഷൂട്ട് നടക്കുന്ന സമയത്താണ്. തീർത്തും പരിചയമില്ലാത്ത ഒരു വേഷത്തിലേക്കാണ് താങ്കൾ വരുന്നത്. ഡിക്ഷനും എല്ലാം വരട്ടെ. തെയ്തുഭാവത്തങ്ങൾ എന്ന പൊന്നാനിക്കാരന ഒരു കഥാപാത്രത്തെ ഞാൻ അലഞ്ചേട്ടനെ ഏൽപ്പിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ വന്നിട്ട് അവനെ വീട്ടിൽ കൊണ്ടുപോകണ മുന്നേ പറയുന്ന ഡയലോഗുണ്ട്, എൻ്റെ ഉമ്മ കരിയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. പിന്നെ ഞെട്ടിച്ചത് അലഞ്ചേട്ടൻ തിരുവനന്തപുരത്തുകാരനാണ്. അലഞ്ചേട്ടൻ പറഞ്ഞ സ്ലാങ് പൊന്നാനി അങ്ങാടിയിലെ ഒരു സാധാരണ ഒരു മഹല്ല് സെക്രട്ടറി ആയ സെയ്തുഭാവത്തങ്ങൾ പറയും. ഇതെങ്ങനെ സംഭവിക്കുന്നു? ട്രിവാൻഡ്രം എന്ന് പറയാൻ പറ്റില്ല. താങ്കളെ വളരെ ഒരു മൊഫ്യൂസിലായിട്ടൊരു സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്. പക്ഷേ താങ്കളിപ്പോൾ ഈ കിസ്മത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഡിക്ഷൻ ഡയലക്ട് എന്ന് പറയുന്നത് എൻറ്റയർലി ടിപ്പിക്കലി പറഞ്ഞൊരു മലപ്പുറം പൊന്നാനി ഭാഷയാണ്. ഒന്ന് സ്ട്രഗിൾ ചെയ്തോ അതെയോ താങ്കൾക്ക് പെട്ടെന്ന് വഴങ്ങിയോ? അല്ല, അതിനുവേണ്ടി നമ്മൾ ഒരു ഹോംവർക്ക് ചെയ്യേണ്ടി വരും. അത്തരം ഒരു സ്ലാങ് ഒക്കെ മാറാൻ നമ്മുടെ ശീലമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനുവേണ്ടി ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ട് അവിടെ ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, പൊന്നാനിയിലുള്ള ഒരു അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് ഈ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നുള്ള സാധനം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയും അത് ഞാൻ പറഞ്ഞു പഠിക്കുകയും ചെയ്തിട്ടാണ് ആ സാധനം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാൻ വെടിവഴിപാടെന്ന് പറഞ്ഞ സിനിമയിലും ഇതുപോലെ ഞാൻ ഒരു തിരുവനന്തപുരത്ത് താമസിക്കുന്ന തമിഴ് ബ്രാഹ്മണനായിട്ടാണ് അഭിനയിച്ചത്. അവിടെയും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടെത്തിയിട്ട് തമിഴ് ബ്രാഹ്മണനായിട്ടുള്ള തിരുവനന്തപുരം താമസിക്കുന്ന ഒരാളെ കണ്ടിട്ട് അവരെങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ അത്തരം ഒരു ഹോംവർക്കുകളൊക്കെ ചില സ്ഥലങ്ങളിൽ സംഭവിക്കും. അത് വേണ്ടി വരും. ഹോംവർക്കില്ലാതെ മുന്നോട്ട് പോകുന്നത് സിനിമാ നിലയ്ക്കും ആ കഥാപാത്രത്തോട് നീതി ചെയ്യണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു ഹോംവർക്ക് വേണ്ടി വരും ചില ഘട്ടങ്ങളിൽ. മറിച്ച് ന്യൂട്രലായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മലൻ സാർ വലിയ തിരക്കായിരിക്കുന്നുണ്ട് സിനിമയിൽ. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളോട് തോളുരുമിയാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ മുന്തിരി വള്ളികൾ തിളക്കുന്നു. അങ്ങനെ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഭാഗമോ അല്ലെങ്കിൽ ചേരുവയോ ആയി മാറിയിരിക്കുന്നത് താങ്കൾ. അല്ല, എനിക്ക് എന്തെങ്കിലും അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടുന്നതിലോ ഞാൻ മലയാള സിനിമയിൽ അവിഭാജ്യ ഘടകമാകുന്നതിലെങ്കിലും എനിക്കെന്തെങ്കിലും വിലക്കുണ്ടോ? എനിക്കും ആകാമല്ലോ, അവർക്കൊക്കെ ആവാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാൻ വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നൊരു കുറ്റം. മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ രാജിവെക്കാൻ ഒരു സംഘടന കിട്ടി. അലൻസിയുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന. സംതൃപ്തനാണ് അലൻസർ? മുഖത്തുനിന്ന് ഞാൻ വായിക്കുന്നു. എല്ലാ കാലത്തും സങ്കടങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും നാടകം കളിക്കുന്ന കാലത്തും ഞാൻ സംതൃപ്തനായിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്യേണ്ട ഘട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അന്നൊന്നും ഞാനതിന് തയ്യാറായിരുന്നില്ല. സംതൃപ്തനാണ്. സങ്കടം തരുന്നത് പോലും സംതൃപ്തിയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളിലൊക്കെ താങ്കളിപ്പം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം മമ്മൂക്കയാണേലും ലാലാണേലും സാധാരണ ആൾക്കാർക്ക് അല്പാഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അത് വേറൊരു താരപദവിയിലാണ്. താങ്കൾ അവരോടൊക്കെ കൈപിടിച്ച് കുലുക്കി അവരുടെ തോളോട് തോളം ചേർന്ന് നിന്ന് തുടങ്ങിയിരിക്കുന്നു. അഭിനയിക്കുമ്പോഴേ ഉള്ളൂ, അല്ലാതെ എന്നാലും അവർ താങ്കളുടെ വളരെ സൗഹാർദ്ദമാണ്. അഭിനയിക്കുന്ന ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും തരുന്ന സപ്പോർട്ടും കെയറും ഒക്കെ വലുത് തന്നെയാണ്. ഞാൻ പറഞ്ഞു കേട്ട രീതികളെ അല്ല പലരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഭയപ്പെടുത്തിയെന്ന് വളരെ അത് പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയോടൊപ്പം അഭിനയിക്കില്ല എന്ന് ഞാൻ ഒളിച്ചു നടന്ന ആളാ പേടിച്ചിട്ട്. പക്ഷേ മമ്മൂക്കയോടൊപ്പമാണ് ഇപ്പൊ കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. തോപ്പിൽ ജോപ്പൻ, കസബയിലായിരുന്നു മമ്മൂക്കയോട് ആദ്യം അഭിനയിക്കുന്നത്.
എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ കൂടെ അഭിനയിച്ചപ്പോൾ തോന്നിയ രണ്ട് സൂപ്പർ താരങ്ങളും എന്ന് പറയുന്നത് രണ്ടുപേരും നല്ല മനുഷ്യരാണ്. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് നല്ല മനുഷ്യരാണ്. നല്ല നടന്മാർക്ക് അങ്ങനെ നല്ല മനുഷ്യരാകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവർക്ക് നല്ല നടന്മാരും ആകാൻ പറ്റും. രണ്ടുപേർക്കും രണ്ട് രീതികളാണ്. ഒരു കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിലോ രണ്ടുപേരുടെയും രീതി വ്യത്യസ്തമാണ്. നമ്മുടെ വിരലുകൾ വ്യത്യസ്തമായിരിക്കുന്ന പോലെ തന്നെയാണ് മനുഷ്യർ വ്യത്യസ്തരാണല്ലോ. താങ്കൾ നല്ല ഒരു നിരീക്ഷകനാണ്, ഒരു നാടകക്കാരൻ എപ്പോഴും നിരീക്ഷകനാണ്. ഉറപ്പാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ലാലിനെ കുറിച്ച് താങ്കളോട് ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു 10 വാചകത്തിൽ ഉപന്യസിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഉപന്യസിക്കുന്നത്? ഒറ്റ വാചകത്തിൽ പറയാം. വളരെ സരസനായ കഥാപാത്രത്തിലേക്ക് അതിവേഗം സഞ്ചരിച്ചെത്താൻ പറ്റുന്ന പ്രഗത്ഭനായ നടൻ. മമ്മൂക്കയെ കുറിച്ച് പറയാം. ഓരോ ചുവടും സസൂക്ഷ്മം വെച്ച് കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പഠിതാവായ, കഥാപാത്രത്തെ പഠിക്കുന്ന മികവുറ്റ നടൻ. രണ്ടും രണ്ട് രീതിയാണ്. അലൻസറെ, ഈ രണ്ടാൾക്കാർ സ്വാഭാവികമായിട്ടും അവർ സഹനടന്മാരോട് കാണിക്കുന്ന ഒരു എന്താ പറയണ്ടേ, ആ ഒരു ഇലക്ട്രിസിറ്റി സ്പാർക്കാണ് ഒരു പക്ഷേ സിനിമയെ വിജയിപ്പിക്കുന്നത്, അല്ലേ? താങ്കളുടെ അനുഭവം, താങ്കൾക്കുണ്ടായിരുന്ന ഭയാശങ്കകളൊക്കെ പിന്നീട് ഇവരുമായിട്ട് ചേർന്നപ്പോൾ അത് അപ്രത്യക്ഷമായി. ഉറപ്പായിട്ടും ഒരു തരത്തിലും ഒരു ഭയവും തോന്നിയിട്ടില്ല. പിന്നെ കസബയിലെ ആദ്യത്തെ ഷോട്ടിൽ പോലും ആ ഭയം മാറി. ആദ്യത്തെ പരിചയപ്പെടലിൽ തന്നെ ഭയം മാറി. മമ്മൂക്കയോടുള്ള ഭയം മാറി. മമ്മൂക്ക ഇറങ്ങി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഒരു നടനെ, ഭരത് ഗോപിച്ചേട്ടനെ നാടകത്തിൻ്റെ സമയത്താണ് കാണുന്നത്, നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞ പോലെ മമ്മൂക്കയെ നേരിട്ട് കാണുന്നതും ലാലേട്ടനെ നേരിട്ട് കാണുന്നതും ഇവരോടൊപ്പം അഭിനയിക്കാൻ പോകുമ്പോൾ മാത്രമാണ്. ഒരു പൊതു ചടങ്ങുകളിലോ ഇവരുടെ അവാർഡ് ദാനങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഷൂട്ടിംഗ് സ്ഥലങ്ങളിലോ പോലും ഞാൻ ഇവരാരെയും കണ്ടിട്ടില്ല. ആദ്യം സിനിമകൾ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇവരെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. നമുക്ക് ആദ്യം മനസ്സിലായോ ആളെ? മമ്മൂക്കയാണ് എന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് പോകുന്നത് കസബയിൽ അഭിനയിക്കാൻ. മമ്മൂക്ക വിളിച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് കൺട്രോളർ പറഞ്ഞിട്ടാണ് അവസാനം ഞാൻ സമ്മതിക്കുന്നത് ആ സിനിമയിൽ അഭിനയിക്കാൻ. ഞാനിത് ഒരുപാട് പത്രങ്ങളിൽ പറഞ്ഞുകൊണ്ടാണ് അതിന്റെ വിശദീകരണം നൽകാത്തത്. അപ്പോൾ ഞാൻ ദുൽഖറിനോട് കമ്മട്ടിപ്പാടത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്, ഞാൻ നാളെ വാപ്പിച്ചോടോട് അഭിനയിക്കാൻ വേണം, ഒന്നും പറയണം, എന്നെ വരട്ടരുത്. വരട്ടി കഴിഞ്ഞാൽ എനിക്ക് അഭിനയമൊന്നും വരില്ല, ഞാൻ കളഞ്ഞിട്ട് വരും. എനിക്കൊരു കംഫർട്ടായിട്ടുള്ള സോണിൽ നിന്നിട്ട് മാത്രമേ അഭിനയിക്കാൻ പറ്റൂ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ദുൽഖർ പറഞ്ഞു, ധൈര്യമായിട്ട് പോയി കേട്ടാ, വാപ്പിച്ച് ഞാൻ ഒരുമിച്ച് ആ വീട്ടിലിരുന്ന് മഹേഷിന്റെ പ്രതികാരം കണ്ടത്. വാപ്പിച്ച് അപ്പോഴേ പറഞ്ഞു, ഇയാളെ കൊള്ളാം, ഇയാൾ നമ്മുടെ കൂടെ കൂട്ടണം, ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഭയങ്കര കോൺഫിഡൻസോടുകൂടി ഞാൻ കസബയുടെ സെറ്റിൽ കോളാറിലെത്തുന്നത്. അപ്പോൾ മമ്മൂക്കായിട്ടുള്ള സീനാണ് ആദ്യം എടുക്കുന്നത്. മമ്മൂക്ക കാരവാനിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നോട് കൺട്രോളർ ചോദിച്ചു, മമ്മൂക്ക വന്നിട്ടുണ്ട്, കാരവാനിൽ പോയി പരിചയപ്പെടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ സെറ്റിൽ വരുമ്പോൾ പരിചയപ്പെട്ടോളാം. ഞാൻ മേക്കപ്പ് ഇട്ടൊക്കെ ഇരിക്കുക. മേക്കപ്പ് വേറൊരു തരം വയസ്സായിട്ടുള്ള രൂപത്തിലാണ് എന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക ഇറങ്ങി വരുമ്പോൾ ഒരുപാട് ക്രൗഡ് ഇങ്ങനെ മമ്മൂക്കയെ കാത്തിരിപ്പുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഞാനുണ്ട്. മമ്മൂക്ക ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ പോലീസ് വേഷത്തിൽ ഇറങ്ങി വരുന്നു. പെട്ടെന്ന് നടന്നു പോയാലുള്ള ചോടിങ്ങനെ നിർത്തിയിട്ട് എൻ്റെ നേരെ കൈ തട്ടിട്ട് പറഞ്ഞു, എൻ്റെ പേര് മമ്മൂട്ടി. ഞാൻ ചിരിച്ചുപോയി. അപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലെ സരസത എനിക്ക് മനസ്സിലായി. പിന്നെ ഭയങ്കര രസമായിരുന്നു ഷൂട്ട്. ഒരു ഫൈറ്റ് നടക്കുന്നതിനിടയിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഫൈറ്റ്. ഞാൻ ഈ ആർട്ട് സിനിമാക്കാരുടെ കൂടെ അഭിനയിച്ചിട്ട് ഫൈറ്റും വെടിവെപ്പൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, നമ്മൾ ഉറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ പഞ്ഞി വെക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഈ പടക്കം പൊട്ടുമ്പോഴൊക്കെ വെളിയുടെ ശബ്ദം കേൾക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ മമ്മൂക്ക ഒരു ഷോട്ട് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്, എൻ്റെ കാതിൽ പഞ്ഞി വെച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ച് പഞ്ഞി വെക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരും പറഞ്ഞില്ല, ആരും തന്നില്ല. അപ്പോൾ ഇത് ഉമ്മാരൊക്കെ നോക്കില്ല, നമ്മുടെ കാതടിച്ചു പോകുന്നത്. ഇതൊക്കെ ഉമ്മാർ പൊട്ടിക്കുന്ന സാധനത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുണ്ടോ? എന്നിട്ട് 2 മാസം വിളിച്ചിട്ട് വരട്ടി. എന്ത് തെമ്മാടിത്തരോടെ താൻ കാണിച്ച്, അത് പഞ്ഞു കൊടുക്കണ്ടേ, അയാൾ കൂടെ അഭിനയിക്കുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വരട്ടുകയും പിന്നെ ആ മനുഷ്യൻ ആ 2 മാസം എല്ലാ നിമിഷവും ഒരു ചെറിയ പടക്കം വെട്ടിയാൽ പോലും എൻ്റെ കഥയിൽ പഞ്ഞു കൊണ്ടുവയ്ക്കും. അത്ര പരിഗണന തന്നു. അത് തോപ്പിൽ ജോപ്പിന്റെ സെറ്റിലെത്തുമ്പോൾ ജോണി ആന്റണി പറഞ്ഞൊരു തമാശയുണ്ട്. അപ്പോൾ മമ്മൂക്ക ആദ്യത്തെ ദിവസം ഷൂട്ടിനില്ല. അപ്പോൾ എൻ്റെ സീൻ എടുക്കുമ്പോൾ ഞാൻ കാരവാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ വെയിലത്ത് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഒരു മരച്ചോട്ടിൽ ഞാൻ ഇരിക്കുക. അപ്പോൾ ജോണി ആന്റണി വന്നിട്ട്, അയ്യോ ചേട്ടാ വിഷമിക്കരുത്, കാരവൻ നാളെ എത്തും. മമ്മൂക്കയോട് പറയരുത്, നിങ്ങൾ ഇന്നലെ കൊണ്ട് ഈ മരച്ചോട്ടിലാണ് ഇരുത്തിയിരുന്നത്, വെയിൽ കൊള്ളരുത്, പൊന്നാണ് പൊന്നാണ് മുത്താണ്, നിങ്ങൾ വാടിപ്പോകുന്നത്. അപ്പൊ അത്രയും സ്നേഹവും കരുണയും ഒരു മൂത്ത ചേട്ടനെ പോലെ. വിയറ്റ്നാം കോളനിയിലേ ഓട്ടോറിക്ഷക്കാരൻ പൈസ മേടിക്കാതെ പോയപ്പോൾ പുറകിൽ ഒരാളുണ്ടായിരുന്നു, റാവുത്തർ. അലൻസിയോട് ഇനിയും ചോദിക്കാനുണ്ട്. പക്ഷേങ്കിൽ ഒരു ഷോയുടെ ഒരു പരിധിയും പരിമിതിയും ഉള്ളത് കൊണ്ട് എൻ്റെ ഭാഗം ഞാൻ അവസാനിപ്പിച്ചു. പക്ഷേ താങ്കളെ ഞാനിങ്ങനെ ഈ JB ജംഗ്ഷൻ്റെ ഈ സോഫയിൽ ഇരുത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ ചില ആൾക്കാർ, ചില സഹൃദയർ ചില ചോദ്യങ്ങൾ എൻ്റെ കയ്യിലേക്ക് തന്നു.
മാത്രമല്ല അവർ പറഞ്ഞത് റാപ്പിഡായിട്ട് ചോദിക്കണം, വളരെ ദ്രുതഗതിയിൽ ചോദിക്കണം. അലൻസിയറിലെ ലോപ്പസിന് ആലോചിച്ച് അതിലൊരു വിളവും വക്രതയും കണ്ടെത്താനുള്ള സമയം കൊടുക്കാൻ പാടില്ല. ടകയെന്ന് ചോദിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനെയാണ്? അച്ഛനെ. ഇപ്പോഴും ആ പേടിയുണ്ടോ? ഇല്ല. എന്നാണ് പേടി മാറിയത്? പേടി മാറിയത് അച്ഛൻ എൻ്റെ സിനിമകൾ കണ്ടു തുടങ്ങിയും എന്നെ ഇങ്ങനെ നാട്ടുകാരെ അംഗീകരിക്കാൻ തുടങ്ങിയും ചെയ്തപ്പോൾ അച്ഛൻ്റെ മുഖത്ത് കണ്ട ചിരി. അച്ഛൻ 84 വയസ്സായി. അച്ഛനിപ്പോൾ എന്നെക്കുറിച്ച് നല്ല വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ പേടി മാറി. വൈകിയാണെങ്കിലും അദ്ദേഹം മകനെ വിശ്വസിച്ചു തുടങ്ങി. ഒരു സിനിമ സംവിധാനം ചെയ്താൽ നായിക ആരായിരിക്കും? ഇപ്പോൾ സംവിധാനം ചെയ്യുന്നില്ല, നായികയുമില്ല. നീന്തൽ വിദഗ്ധനായ ഒരു കഥാപാത്രം അഭിനയിക്കാൻ ലഭിച്ചാൽ നീന്തൽ പഠിക്കുമോ? നല്ല ചോദ്യം. പഠിക്കും. പ്രായം കുഴപ്പമില്ല. 54? 2 കൂട്ടിയോ? 52 ഉള്ളൂ. 52 ഉള്ളോ? നിങ്ങൾ എന്നെക്കാരും ചെറുപ്പമാണോ? മേക്കപ്പ് അല്ലേ അത്? ഞാൻ മേക്കപ്പ് ഇടാറില്ല. ഞാൻ ഈ വയസ്സ് കൂട്ടി പറഞ്ഞതുപോലും അത് തോപ്പിൽ ജോബന്റെ ഒരു സെറ്റിൽ വെച്ചിട്ടാണ് വയസ്സ് കൂട്ടി പറയാൻ കാരണം. ഒരു കബഡി കളിക്കുന്നതിനിടയ്ക്ക് കബഡി ഒരു 2 മാസം എന്നെ എടുത്ത് എറിയുന്നൊരു സാധനമുണ്ട്. മമ്മൂക്കയുടെ കാലിൽ ഞാൻ ചെന്ന് വീണു ആ സീൻ. പക്ഷെ അയാൾ എന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് എടുത്ത് എറിഞ്ഞത് 2 മാസം ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വീണു. അതിനൊരു ബാലൻസിങ് ഉണ്ടായിരുന്നു, താളം ഉണ്ടായിരുന്നു, ആ രഥത്തിൽ തന്നെ പോയി. പക്ഷേ അഭിനയിക്കാൻ വന്ന നടൻ എന്നെ എറിഞ്ഞപ്പോൾ ഞാൻ മമ്മൂക്കയുടെ കാലം കഴിഞ്ഞ് സംവിധായകൻ്റെ ക്യാമറയുടെ അപ്പുറത്തായിരുന്നു വീണ. അപ്പോൾ മമ്മൂക്ക ഇത് കണ്ടിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സംവിധായകൻ ജോണിക്ക് സഹതാപം തോന്നിട്ട് ജോണി പറഞ്ഞു ആ സ്റ്റൈൽ വേണ്ട, നമുക്ക് വേറെ രീതി ചെയ്യാം, വെറുതെ ഒന്ന് തള്ളിയാൽ മതി എന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക ഇരുന്നിട്ട് പറഞ്ഞു ഇല്ല അത് കൊള്ളാം, അല്ല പുള്ളിയുടെ പ്രായം, പുള്ളി ഇത് ചെയ്യുമ്പോൾ ഒന്ന് ജോണി. അപ്പോൾ മമ്മൂക്ക ഉടനെ എന്നോട് ചോദിച്ചു ഇപ്പോൾ എത്ര വയസ്സുണ്ട്? അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്നേഹം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 വയസ്സ് കൂട്ടിയിട്ട് 53 എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക പുള്ളി ചെയ്യും, ലാലിനേക്കാൾ ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ ധൈര്യമായൊന്ന് നോക്കി. അപ്പോൾ മമ്മൂക്ക മനസ്സിലായി എൻ്റെ നോട്ടം കണ്ടപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത ഡയലോഗാണ് ഇങ്ങനെ അവരൊന്ന് പഠിക്കുന്നത്. ശരിയാവും. വീണ്ടും പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് സങ്കല്പിക്കുക, ഏത് രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറാനായിരിക്കും ആഗ്രഹിക്കുന്നത്? AKG. മന്ത്രിസഭയിലെത്തിയാൽ ഏത് വകുപ്പ് തിരഞ്ഞെടുക്കും? സാംസ്കാരികം, വ്യവസായം, ടൂറിസം, ആഭ്യന്തരം? ആ അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഇതിനെ ഒന്നും തിരഞ്ഞെടുക്കില്ല. മന്ത്രിയാവില്ല? ഇല്ല. മദ്യപിച്ച, ഇതെനിക്കറിയില്ല ആരാണ്, മദ്യപിച്ച അലൻസിയറാണോ മദ്യപിക്കാത്ത അലൻസിയറാണോ ഏറെ രസികൻ? സൊസൈറ്റി നമ്മളോടൊപ്പം സൊസൈറ്റിക്കൊപ്പം നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിറ്റ് ആവുന്നത്. സൊസൈറ്റിയുടെ നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഫിറ്റ് എന്ന് പറഞ്ഞത്. അത് ഇനി കാണുന്നവനാണ്, എനിക്കല്ല അതിന്റെ ആനന്ദവും സന്തോഷവും. ഫിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. സൊസൈറ്റിയുടെ ഒപ്പം ഫിറ്റ് ആവുക എന്നുള്ളതാണ്. ആണ്. അലൻസിയർ നിറഞ്ഞ സന്തോഷമുണ്ട്, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ. മാത്രമല്ല താങ്കളെപ്പോലെ നൈസർഗികമായി സ്വാഭാവികമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന, കഥാപാത്രമാകുമ്പോൾ അതിലേക്ക് ഇറങ്ങുന്ന, ഇനിയും ഒരുപാട് ചുവടുകൾ സിനിമയിലും കലയിലും പ്രതിബദ്ധതയുടെ കാര്യത്തിലും സാമൂഹ്യ ജീവിതത്തിൻ്റെ കാര്യത്തിലും മുമ്പോട്ട് വെക്കാനുള്ള ആ കാലടികൾക്ക് JB ജംഗ്ഷൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട്